ഹലോ ഹായ് ഹലോ. അപ്പം നമുക്കൊരു ഹാഫ് ബോയിലായാലോ അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഹാഫ് ബോയിൽ എന്ന് പറയുമോ ബുൾസൈ എന്ന് പറയുമോ? എന്ത് പറയും? എന്ത് പറഞ്ഞിരുന്നാലും ശരി. ഇപ്പം ആരാണ് താരമെന്നറിയാമല്ലോ. വേറെ ആരുമല്ല, നമ്മുടെ ലാലേട്ടൻ തന്നെ. ലാലേട്ടൻ എപ്പിസോഡ് കംപ്ലീറ്റ് തൂക്കുകയല്ലേ. അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിൽക്കുക വിചാരിക്കുന്നു. കാര്യം ഇപ്പം നമ്മൾ ഈ ബുൾസ് അടിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇതുപോലെയാണ് അല്ലേ. നമ്മൾ വിചാരിക്കും നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാമെന്ന്, പക്ഷേ ചിലപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയാണ് പലതും അവിടെ നടക്കുന്നത്. പല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് പോയി അല്ലേ, പല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് പോയി. ഇപ്പം ഉദാഹരണത്തിന് ഞാനവിടെ സ്റ്റാർട്ടിങ് ഒരു 3rd ഡേയിൽ ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് ആൾക്കാർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡ്രാമ ഇവിടെ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ പിടികിട്ടിയായിരുന്നു. ഞാൻ അവിടെ പറയുകയും ചെയ്തു. പക്ഷേ എങ്കിൽ അത് ഇപ്പം പതിയെ പുറത്തോട്ട് വരുന്നു. കുറച്ച് ആൾക്കാരൊന്നും അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 5 or 6 ആൾക്കാർ അതിനകത്ത് ഫുൾ പ്ലാൻഡ് ആണ്. പക്ഷെ വേറൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എനിക്ക് അവിടെ നിന്നിട്ടുള്ള കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് പ്ലാൻ ചെയ്തിരുന്നാലും ഓൾമോസ്റ്റ് അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. നമ്മളെപ്പോഴും പറയും പോലെ ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലേ. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലത്തെ വിഷയം തന്നെ നമുക്ക് 2 പേരെ അവിടുന്ന് പുറത്താക്കിയതായിട്ടുള്ള ഒരു ആക്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരെ തിരിച്ചു വിളിച്ചു. അപ്പം എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ഒരു പ്രോസസ്സ് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഇഷ്ടമുള്ളവർ കറക്റ്റായിട്ട് ഇരുന്ന് കാണാം, എൻജോയ് ചെയ്യാം, എൻ്റർടൈൻ ചെയ്യാം. പിന്നെ ആൾക്കാരുടെ ക്യാരക്ടർ നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ആൾക്കാരെപ്പോഴും ഡിഫറെൻ്റ് ആണ് അല്ലേ. നിങ്ങളെപ്പോലെ അല്ല ഞാൻ, എന്നെ പോലെ അല്ല നിങ്ങൾ. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ തോട്ട് പ്രോസസ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ആക്ഷൻ ഡിഫറെൻ്റ് ആണ്, നമ്മുടെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും വിചാരിക്കലും ഇയാളെന്താ എന്നെ പോലെ ചെയ്യാത്തതായി, അല്ലെങ്കിൽ ഇയാളെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കില്ല. അവിടെ കാഴ്ചപ്പാടില്ല, അത് ശരിയായതുകൊണ്ടല്ലേ അവരത് ചെയ്യുന്നത്. നമ്മൾ ഓരോന്ന് മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ നമുക്ക് തെറ്റുകൾ പറ്റാത്ത ആരുമില്ലല്ലോ അല്ലേ. നമ്മുടെ ലൈഫിൽ ഒരുപാട് തെറ്റുകളും മിസ്റ്റേക്കൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും അത് തിരുത്തി മുന്നോട്ട് വരാൻ കഴിവുള്ള ആളാണ് യഥാർത്ഥ ബിഗ് ബോസ് വിന്നർ അല്ലേ. ഇപ്പം അതിനകത്ത് ഇപ്പം നിങ്ങൾ ആരും വിലയിരുത്തണ്ട. ഇപ്പം പുതിയ കുറേ ആൾക്കാർ വരുന്നുണ്ട്, പുതിയ കുറേ എൻട്രി വരുന്നുണ്ട്. നിങ്ങളിപ്പം പഴയ ആൾക്കാർ അതുകൊണ്ട് പാടേ കളയാൻ എന്ന് ഞാൻ പറയത്തില്ല. നല്ല മനുഷ്യരും അതിനകത്തുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോ പുതിയത് കാണുമ്പോൾ പഴയതിനെ എപ്പോഴും മറക്കാണ്ടിരിക്കുക. നമ്മുടെ ഒരു ക്യാരക്ടറാണ്, മറക്കാണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അത് ആരുടെ ഫാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ കാര്യങ്ങളാണോ കൂടുതൽ ഇഷ്ടം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, പ്രതികരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റോക്കി എന്തെങ്കിലും പറയുക, എന്തെങ്കിലും സംസാരിക്കുമെന്ന്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ, നിങ്ങളെപ്പോലെ തന്നെ ഞാനൊരു ഓഡിയൻസാണ്. ഇപ്പം കാണുന്നുണ്ട് പ്രോഗ്രാം, ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കാണും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ബുൾസെ പോലെ അല്ലേ ഇത് വേറൊരു സ്റ്റൈലാണ് വന്നത്. അത് തന്നെയാണ് നമ്മുടെ ലൈഫും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാനൊരു രസം കാണത്തില്ല. എപ്പോഴും പുതിയത് അല്ലേ, പുതിയ സ്റ്റൈൽ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു നല്ലൊരു സൺഡേ ആശംസകൾ. സൺഡേ ഈസ് ഓൾവേസ് ഫൺ ഡേ. മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.